If you are wasting many hours of the day scrolling Instagram, this video is for you. ചിലപ്പോൾ നീ ഒരു 5 മിനിറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ നീ അത് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ നീ അത് ഉപയോഗിച്ച് വരുമ്പോൾ സമയം പോകുന്നത് നീ പോലും അറിയില്ല. ദിസ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ, ദിസ് ഇസ് വെരി നോർമൽ. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ആർ നോട്ട് കോമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് എൻ ആപ്ലിക്കേഷൻ. നീ ഫൈറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിനോടല്ല. യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ്. കുറെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. സോ ദേ നോ ഹൗ ടു കീപ് യു ഹുക്ഡ് ഇൻ ടു ദാറ്റ് ആപ്ലിക്കേഷൻ. ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് വെറും ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, അതിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് നിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് യു ഇസ് യൂസ്ഡ് ബൈ ഇൻസ്റ്റഗ്രാം. ഐ എം വെരി സാഡ് ടു സേ ദിസ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കും ഇത് ഫ്രീ ആണ്, ഞാൻ യൂസ് ചെയ്യാണ്, എനിക്ക് ടൈം പാസ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇഫ് സംതിങ് ഇസ് ഫ്രീ, യു ആർ ദ പ്രൊഡക്റ്റ് ദെയർ. നിനക്കത് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസ് നീ ആയിരിക്കും അവിടെ പ്രൊഡക്റ്റ്. അപ്പോൾ അതെങ്ങനെ നിനക്ക് സോൾവ് ചെയ്യാം? നിനക്ക് അതിന്നൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, നീ അതിന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ അതിന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഏർണിംഗ് സംതിങ്, യു ആർ ക്രിയേറ്റിംഗ് സംതിങ്, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് കോണ്ടന്റ്, ഓർ ഇഫ് യു ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്, വെൽ ഡൺ, ഗുഡ് ജോബ്. അതല്ല നീ നിന്റെ സമയം മൊത്തം സ്ക്രോൾ ചെയ്ത് കളയുകയാണെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. സോ നീ മനസ്സിലാക്കേണ്ടത്, കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതല്ല പ്രശ്നം. നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിലേക്ക് മാറി ഫുൾ ടൈം ഒരു വീഡിയോ കണ്ടതിന് ശേഷം അടുത്തത് എന്തിനാണ് വാച്ച് ചെയ്യുന്ന ഒരു ഇന്റൻഷൻ ഇല്ലാണ്ട് വാച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഡൂം സ്ക്രോൾ ചെയ്യാന്ന് പറയില്ല നമ്മൾ. ഫോൺ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ എടുക്കുന്നതായിരിക്കും, ഒരു 5 മിനിറ്റ് നോക്കാൻ എടുക്കുന്നതായിരിക്കും, പക്ഷെ മണിക്കൂറുകൾ പോകുന്ന നീ പോലും അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഒഴിവാക്കിയാൽ മതി. യു ക്യാൻ സ്റ്റിൽ യൂസ് ഇൻസ്റ്റഗ്രാം, യു ക്യാൻ സ്റ്റിൽ ഡു വാട്ട് എവർ. എനിക്കറിയുന്ന കുറേ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അവരൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ദേ ആർ മേക്കിംഗ് ക്രിയേറ്റീവ് ഐഡിയാസ് ഔട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് അവർക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കോണ്ടന്റിന്റെ ഐഡിയ, ഇൻസ്പിറേഷൻസിനാണ് അവരത് യൂസ് ചെയ്യുന്നത്. അവരുടെ വർക്ക്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ എല്ലാം ബെറ്റർ ആക്കാനുള്ള രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നീ യൂസ് ചെയ്യുന്നതോ, നിനക്ക് പഠിക്കാനുള്ള ടൈം, നിനക്ക് നിന്റെ സെൽഫ് ഡെവലപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം, ഇതൊക്കെയാണ് നീ ഇതിന് എടുക്കുന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം ഓൾമോസ്റ്റ് യൂസ് ചെയ്യാണ്ട് ലൈക്ക് ക്വിറ്റ് ചെയ്തിട്ട് ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 2 years. ഐ ഡോണ്ട് ഫീൽ എൻ ഡിഫറൻസ് ഇൻ ദ സെൻസ്, എന്നോട് ഇനീഷ്യലി എല്ലാവരും ചോദിച്ചിരുന്നു എന്താ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത, അല്ലെങ്കിൽ ദ ഫാക്ട് ഇസ്, അല്ലെങ്കിൽ ദ ട്രൂത്ത് ഇസ്, നോബഡി ഗിവ്സ് എ ഫക്ക്. ആർക്കും നീ ഇൻസ്റ്റഗ്രാം ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ 1-2 ഫ്രണ്ട്സ് ചോദിക്കും, റീൽസ് കണ്ടിന്യൂസ് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സ്, അവിടെ നീ ഇല്ലല്ലോ, റിപ്ലൈ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ. പക്ഷെ ദ തിങ് ഇസ്, എവറിബഡി ഇസ് ട്രാപ്ഡ് ഇൻ ദെയർ ഓൺ വേൾഡ്. ലൈക്ക് നിങ്ങൾ അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ യു ആർ എ nobody. നീ അവിടെ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ദാറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ് ഇഫ് യു ആർ കൺസ്യൂമിങ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ദാറ്റ് ടൈം ഇൻ ടു ക്രിയേറ്റിംഗ് സംതിങ്. നീ എന്തെങ്കിലും വാച്ച് ചെയ്തോളൂ, പക്ഷെ അതൊന്ന് ഇൻസ്പയർ ചെയ്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രിയേറ്റർ മൈൻഡ് സെറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ ആപ്ലിക്കേഷൻസ് നീ ഇന്റൻഷനലി ആണ് യൂസ് ചെയ്യുന്നത്. നിനക്കൊരു ടൈപ്പ് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ ആണെങ്കിൽ നീ പോയിട്ട് അത് സെർച്ച് ചെയ്ത് നീ വാച്ച് ചെയ്യണം. അവിടെ ഇന്റൻഷനാണ്. മറിച്ച് ഇൻസ്റ്റഗ്രാം നിനക്കൊരോ വീഡിയോസ് കാണിച്ചു തരുന്നു, നിനക്ക് ഇഷ്ടപ്പെടുന്നു, അത് നീ കാണുകയാണെങ്കിൽ അവിടെ അത് നീ യൂസ് ചെയ്യല്ലേ, ഇൻസ്റ്റഗ്രാമാണ് നിന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ലോട്ട് മെഷീൻ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ഒക്കെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ആ സെയിം രീതിയാണ് ഇവിടെ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. നിനക്ക് നീ കാണുന്ന ഒരു 100 വീഡിയോ അല്ലെങ്കിൽ ഒരു 100 റീൽസ് നീ കാണുന്നുണ്ടെങ്കിൽ അതിൽ 50 റീൽസ് പോലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പക്ഷേ ഒരു 5 എണ്ണം നിന്നെ ചിരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും. അതായത് നിന്നെ ഹുക്ഡാക്കി ഇരുത്താൻ, അല്ലെങ്കിൽ നിന്നെ അവിടെ ഇരുത്താനുള്ള ഇടയ്ക്ക് ആ ചെറിയ ഡോസ് മാത്രം നിനക്ക് തരും, എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഫുള്ള് ബുൾഷിറ്റ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ് വർക്ക് ആവുന്നത്. അതെന്താ നമ്മൾ ബ്രെയിനിനെ ഇതാക്കുന്നത്? സർപ്രൈസ് അല്ലേ? അല്ലെങ്കിൽ നമ്മളെ എന്ത് ഇമോഷൻ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്? എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു വീഡിയോ വരാം, നമ്മളെ ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇമോഷൻ ഫീൽ ചെയ്യിപ്പിക്കേണ്ട ഒരു വീഡിയോ എപ്പോഴെങ്കിലും വരാമെന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ഹോപ്പിലാണ് നമ്മളിതൊക്കെ ഇരുന്ന് കാണുന്നത്. പക്ഷേ 1 മണിക്കൂറിൽ നീ അതിൽ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 400 റീൽസ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 500 റീൽസ് കണ്ടിട്ടുണ്ടാവും. നിനക്ക് അതിന്ന് ഉപകാരമുള്ള അല്ലെങ്കിൽ നീ ഓർത്ത് വെക്കുന്ന ഒരു റീലെങ്കിലും ഉണ്ടാവും? ഇല്ല. നീ ചിലപ്പോൾ നീ സേവ്ഡ് ആക്കി വെക്കും, അല്ലെങ്കിൽ നീ നിനക്ക് നിന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നീ അവിടെ പോയിട്ട് പിന്നെ ഈ വീഡിയോ ആവശ്യമുള്ളപ്പോൾ നീ അവിടെ പോയിട്ട് എടുക്കണം. അതേസമയം നീ ഇന്റൻഷനലി വാച്ച് ചെയ്തൊരു കാര്യമാണെങ്കിൽ നിനക്കത് ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കും, ഓക്കെ എനിക്ക് റീൽ നോളജ് കിട്ടും, അതിന് ഞാൻ കുറച്ച് റീൽസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നോളജ് കിട്ടും. ദിസ് ഈസ് കോപ്പ്, അതായത് ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്.
നിനക്ക് ഈ എനി ബെനിഫിറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും വാച്ച് ചെയ്തിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുള്ള അത് നിങ്ങളെ ഒരിക്കലും അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും നിനക്ക് ഒരു ഉപകാരം ഉണ്ടാക്കൂല. മനസ്സിലായോ? എനി ബെനിഫിറ്റ് മൈൻഡ് സെറ്റ് ഒന്ന് മാറുക. നിനക്കറിയാം എന്ത് ചെയ്താലാണ് എന്ത് കിട്ടുക എന്നുള്ളത്. സോ ഫോളോ ഇറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ക്വിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ എനി റീച്ച്. എന്നെ പോലെ അല്ലെങ്കിൽ ഞാൻ കടന്നു വന്നൊരു വഴി കൂടെ അല്ലെങ്കിൽ യങ് മെൻ ലൈക്ക് മീ, എനിക്ക് അവരോടാണ് സംസാരിക്കാനുള്ളത്. അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിനക്ക് നിന്റെ പൊട്ടൻഷ്യൽ അറിയുമെങ്കിൽ യു വിൽ നെവർ വേസ്റ്റ് ഇറ്റ്. അപ്പോൾ ഈ ഒരു മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നീ ക്വിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസേജ് നീ കുറയ്ക്കാൻ നോക്കുമ്പോൾ നിനക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നീ ഇത് നിനക്ക് അറിഞ്ഞിട്ട് നീ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഫിയർ ആണ്, പേടിയാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് യൂസ് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് എന്ത് പറയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. പറയുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു പേടി അല്ലെങ്കിൽ ഫിയർ ആണെങ്കിലും ഇത് നമ്മുടെ ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫിയറിന്റെ ഭാഗമാണിത്. ഇതെന്താണ്, നമുക്കൊരു ഗ്യാങ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കൊളീഗ്സ് ഉണ്ടാവും. ഇവരുടെ അടുത്തുനിന്ന് നീ എന്താ പറയാ പുറത്താക്കപ്പെടുന്നുള്ളൊരു പേടിയാണ് നിനക്ക്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഗ്യാങ്, ഒരു ട്രൈബ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാവും. ഈ ഗ്യാങ് ഉണ്ടെങ്കിൽ നിനക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. തന്നെ ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ തന്നെ പോയിട്ട് നിനക്ക് എല്ലാം ഫിഗർ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്, നമ്മളെല്ലാം സോഷ്യൽ ബീയിങ്സ് ആണ്. നമുക്ക് ചുറ്റിനും ആൾക്കാർ വേണം, നമുക്ക് എപ്പോഴും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാണ്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇത് ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഗ്യാങ്ങിന് പുറത്താക്കും. ആ ഒരു മൈൻഡ് സെറ്റിൽ, ആ ഒരു പേടിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ സംഭവിക്കുമോ? അവർ നമ്മളെ പുറത്താക്കിയ അല്ലെങ്കിൽ ഗ്യാങ്ങിന് പുറത്താക്കിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല, വിൽ ഫൈൻഡ് അനദർ വൺ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, പണ്ടത്തെ കാലത്ത് ഗ്യാങ്ങിന് പുറത്താവുക ഇസ് ഈക്വൽ ടു ഡെത്ത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സർവൈവ് ചെയ്യാൻ പാടാണ് അല്ലെ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴത്തെ സെനാറായിട്ട് കമ്പയർ ചെയ്യരുത്. ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ് നിങ്ങളെ വൺ ഓഫ് ദ റീസൺ. പിന്നെ ഇത് ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞു നിനക്ക്, റീൽസ് സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഫോണ്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നീ ഒരു ലൈനിൽ നിൽക്കുകയാണ്, ലെറ്റ്സ് എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്. അപ്പോൾ അവിടെ നിന്ന് നീ ചിലപ്പോൾ ഇഫ് യു പുൾ ഔട്ട് എ സിഗരറ്റ് ആൻഡ് സ്മോക്ക്, അത് ദാറ്റ് മൈറ്റ് ബി ഇല്ലീഗൽ അല്ലേ. ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഇത് ചിലപ്പോൾ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷേ ഇഫ് യു പുൾ ഔട്ട് യുവർ ഫോൺ ആൻഡ് സ്റ്റാർട്ട് സ്ക്രോളിങ്, ദാറ്റ്സ് ആക്സെപ്റ്റബിൾ. ഈ ഒരു കാര്യം സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അവരും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോർമലൈസ്ഡ്. പക്ഷെ ദിസ് ഷുഡൻറ്റ് ബി നോർമലൈസ്ഡ് അല്ലേ. ഈ നമ്മളെ ഒരു ഗ്യാതറിങ് കൂടുന്നത് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനാണ്. ആ ഒരു ടൈമിൽ ഫോൺ എടുക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ യു ഗെറ്റ് ദി ഐഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഹാബിറ്റ് കഴിഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹാബിറ്റ്സ്, നമുക്ക് ബാഡ് ഹാബിറ്റ്സ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു ഹാബിറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം ഹാബിറ്റ്സ് റിമൂവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് റിമൂവ് ചെയ്തിട്ട് നീ അവിടെ നിനക്ക് ഇഷ്ടമുള്ള വേറൊരു നല്ലൊരു ഹാബിറ്റ് അവിടെ കൊടുക്കുക, അവിടെ ആഡ് ചെയ്യുക. വെച്ചാൽ നീ വർക്ക് കഴിഞ്ഞ് വന്നിട്ടോ അല്ലെങ്കിൽ നീ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടോ നിനക്ക് കുറച്ചൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം. അതിന് യൂട്യൂബിൽ ഇന്റൻഷനലി നിനക്ക് എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റുകൾ കാണാം. എനി ടോപ്പിക് ഓഫ് യുവർ ഇൻട്രസ്റ്റ് പോഡ്കാസ്റ്റ് കാണാം. അതല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ലോങ് ഫോം കോണ്ടന്റ് കാണാം, എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ലൈക്ക് ദീസ്, സംതിങ് ദാറ്റ് മേക്സ് യു ബെറ്റർ. അല്ലാണ്ട് എന്തിനാണ് ഏതിനാണെന്ന് പോലും അറിയാണ്ട് 5 സെക്കൻഡോ 6 സെക്കൻഡോ ഉള്ള ഈ ജങ്ക് ആയിട്ടുള്ള റീൽസും കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബെനഫിറ്റ് യു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം നീ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു റിവാർഡ് ഒരു സിസ്റ്റത്തിലാണ്. ലൈക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഹാർഡായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു റിവാർഡിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നീ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരു പോഡ്കാസ്റ്റ് ക്ലിപ്പ് കാണാം, അല്ലെങ്കിൽ നിനക്കൊരു എഡ്യൂക്കേഷണൽ വീഡിയോ കാണാം. അങ്ങനെ ചെയ്യാം. ഇത് നീ അവിടെ യൂട്യൂബ് കാണുന്നതോ അല്ലെങ്കിൽ നീ ഇൻസ്റ്റഗ്രാം കൺസ്യൂം ചെയ്യുന്നതോ ചേഞ്ച് ചെയ്യുന്നില്ല. മേ ബി നിനക്ക് വേണമെങ്കിൽ ഈവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. നീ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്, ലൈക്ക് എവരിബഡി ക്രിയേറ്റ്സ് കോണ്ടന്റ് ദീസ് ഡേയ്സ് അല്ലേ. പക്ഷേ എഡ്യൂക്കേഷണൽ വാല്യുബിൾ ആയിട്ടുള്ള വേറെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെ യു ആർ ക്രിയേറ്റിംഗ് സംതിങ്, യു ആർ നോട്ട് എ കൺസ്യൂമർ എനിമോർ. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഡീപ് വർക്ക് ബൈ കാൽ ന്യൂപോർട്ട്. ഈ ബുക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊരു ടാസ്ക് ചെയ്യുമ്പോഴും അതിന് ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഐ ഡോണ്ട് ഈവൻ നോ ഹൗ മച്ച് ടൈം ഇറ്റ് ടുക്ക്. ഇപ്പോൾ എത്ര മിനിറ്റ് ആയിട്ടുണ്ടെന്ന് പോലും അറിയില്ല, ഞാൻ അറിയുന്നില്ല. കാരണം എനിക്ക് ഈ ടാസ്ക് ആയിട്ട് ഞാൻ യൂസ്ഡ് ആണ്, എനിക്ക് ഈസിയാണ്. അപ്പോൾ അതുപോലെ നിനക്ക് ഈസി ആയിട്ടുള്ള ടാസ്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് ചെയ്യാൻ തുടങ്ങുക. സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ദാറ്റ് യു ലവ്. അപ്പോൾ ഈ ഓതർ ഈ ബുക്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ ഫ്ലോ സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യുന്ന ടാസ്കുകൾ കണ്ടുപിടിക്കുക, അത് ചെയ്യുക. അതല്ല ലെറ്റ്സ് വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ നീ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും
നമുക്ക് ദ ടോപ്പ് 1% ആൾക്കാർ അത് ചെയ്യുന്നത് ഈസ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ വിചാരിക്കും അവർ മൾട്ടി ടാസ്കിങ് ആയിരിക്കും ചെയ്യുന്നതെന്ന്. നോബഡി ക്യാൻ മൾട്ടി ടാസ്ക്. വി ആർ നോട്ട് ബിൽഡ് ടു മൾട്ടി ടാസ്ക്. വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നമുക്ക് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് തീർത്തിട്ട് അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് ഒരേ സമയം ഇത് ചെയ്യാനും പറ്റും, എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റും, അതെല്ലാം പല എക്സ്ക്യൂസസും പറയും. പക്ഷേ വി ആർ ബിൽഡ് ടു ഡു വൺ തിങ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വായിച്ചു നോക്കണം. അതിൽ കുറേ ഞാൻ പറഞ്ഞത് ജസ്റ്റ് അതിലൊരു 1-2 പോയിന്റ്സ് ആണ്. കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബുക്ക് നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണത്.